ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഒരു ദിവസവും ആരെയും വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരവും ഞാൻ വേറൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ ഏവരെയും മുന്നിലേക്ക് വരുന്നത്. ഇന്നത്തെ വിഷയം ഈ വണ്ടി തന്നെയാണ് മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് ഒരു 2 വാചകം പറയാതെ നാം ഒരു 2 വീലറിൻ്റെ ഇതിലേക്ക് പോകുന്നത് ശരിയല്ല. അപ്പം അത് പറയാൻ വന്നത് എന്താ വെച്ചാൽ, ഈ വണ്ടി 2005 മോഡലാണ്. അത് 15 വർഷം കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ സത്യം പറഞ്ഞാൽ 2005 ഏപ്രിൽ 7 രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ട്രിവാൻഡ്രം രജിസ്റ്റർ ചെയ്ത വണ്ടിയാണേ. അപ്പോൾ ഇപ്പം നമ്മുടെ എംപരിവാഹൻ എന്നുള്ള ആപ്പാണ് ഞാൻ ഇപ്പോൾ നോക്കിയത്. ആസ് പെർ അഡ്വൈസറി ഇഷ്യൂഡ് ബൈ MOTH റിക്വസ്റ്റിംഗ് ടു ആൾ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ടു ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിൽ താഴെ ലൈക്ലി ടു പ്രൊസസ്ഡ് ഡ്യൂ ടു ലോക്ക്ഡൗൺ ആൻഡ് വിച്ച് ഹാവ് എക്സ്പയർഡ് സിൻസ് 1 February 2020 ഓർ വുഡ് എക്സ്പയർ ബൈ 30th June 2021 ആസ് വാലിഡ് ടിൽ 30th June 2021. ഇതിപ്പോൾ ഡിസംബർ 2020 വരെയായിരുന്നു നീട്ടിയത്. ഇപ്പോൾ കൊറോണ അങ്ങനെ നീണ്ടുപോയപ്പോൾ, കൊറോണയാണല്ലോ ഇപ്പോൾ എല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ജൂൺ 30 വരെ നമുക്കിത് ടെസ്റ്റ് നടത്തിയില്ലെങ്കിലും ആസ് വാലിഡ്, ഇത് ടെസ്റ്റ് ആസ് വാലിഡ് ആണെന്ന് പേപ്പേഴ്സ് ലൈവ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ എംപരിവാഹൻ എന്നുള്ള ആപ്പിൽ പറയുന്നത് അത് ശരിയാണേനും. ഇനി പക്ഷേ ഈ വണ്ടി ഞാൻ ടെസ്റ്റ് നടത്തിയിട്ടോ. ഈ വണ്ടി അതിൽ സത്യം പറഞ്ഞാൽ 2005 മോഡലാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അന്ന് ബുക്ക് ഫോമാണ്. അപ്പോൾ ഈ ബുക്ക് ഫോം RC ആണ്. അപ്പോൾ അതിനകത്ത് പെർമനൻ്റ് അഡ്രസ്സ് പാലക്കാട് ഒരു വീടാണ് എഴുതിയിരുന്നത്. ടെമ്പററി അഡ്രസ്സിലാണ് രജിസ്ട്രേഷൻ നടത്തിയിരുന്നത്, അതായത് തിരുവനന്തപുരം കഴക്കൂട്ടം. പക്ഷേങ്കിൽ ഇപ്പോൾ എന്ത് പറ്റി, കഴക്കൂട്ടം RTO അത് KL01 ആയി. ഇപ്പോൾ കഴക്കൂട്ടം KL22 മറ്റോ ആണെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ 01ലേക്ക് മെർജ് ചെയ്യാൻ പറഞ്ഞു. അതിനെനിക്കാണ് ഈ ലോക്ക്ഡൗൺ വന്നു, എനിക്ക് ടെസ്റ്റ് നടത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, തിരുവനന്തപുരത്ത് വണ്ടി കൊണ്ടുവന്നോളൂ, നമുക്ക് ടെസ്റ്റ് നടത്താം എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ കഴക്കൂട്ടത്തെ ഈ പറഞ്ഞ മാതിരി ജോയിൻ്റ് RTO അവിടുത്തെ അദ്ദേഹവും വളരെ നല്ല മനുഷ്യനാണ്. ഞാനപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അഡ്രസ്സിന് നമുക്ക് പാലക്കാട് കിടത്താം. അപ്പോൾ തിരുവനന്തപുരത്ത് കിടത്താമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 235-240 കിലോമീറ്റർ ഉണ്ട് ട്രിവാൻഡ്രത്തേക്ക്. പണ്ടൊക്കെ AC ബസ്സിൽ 2 മിററും ഊരിയാൽ നമുക്ക് അതിൻ്റെ അടിയിൽ കയറ്റി കൊണ്ടുപോകാം. അപ്പോൾ വോൾവോയിൽ ഇപ്പോൾ അതില്ലല്ലോ. അപ്പോൾ നമ്മൾ വേറെ വണ്ടി വിളിച്ച് പോകണം, അല്ലെങ്കിൽ ഓടിച്ച് പോകണം. ഈ വയസ്സാം കാലത്ത് ഞാൻ പറയും നടക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് ആലത്തൂർ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണിത്. ഇനിയിപ്പോൾ എന്തുകൊണ്ട് എറണാകുളത്ത് ചെയ്തില്ല എന്ന് വെച്ചാൽ എറണാകുളത്തും ചെയ്യാം. ഇത് കോർ ബാങ്കിങ് പോലത്തെ സിസ്റ്റമാണ്. പക്ഷേ RTO ഓഫീസർക്ക് എന്തോ പേടിയോ മടിയോ ഒക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പേടിയാണ് മെയിനായിട്ട്. അപ്പോൾ എവിടെ ടെസ്റ്റ് നടത്തിയാലും അത് ഇപ്പോൾ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതങ്ങ് ചെയ്താൽ മതി. പറവൂർ നടത്തി വണ്ടി ഓക്കെയാണ് എന്ന് അപ്ഡേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് ഓക്കെ. അതിന് വരുമായിരിക്കും കേട്ടോ. കൊറോണ നീണ്ടുപോയില്ലെങ്കിലും ചിലപ്പോൾ അത് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് വേണ്ടതും. ഇപ്പം ഒരു കാര്യം ഞാനിപ്പോൾ ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട്. അതായത് ബാങ്കിൽ നിന്ന്, അല്ലെ പാരൻറ്റ് ബാങ്ക് എന്ന് പറയും, അത് നമ്മുടെ ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിലെ ചെക്ക് കൊണ്ട് നമുക്ക് ഇന്ത്യയിലെ ഏത് ബ്രാഞ്ചിൽ പോയാലും 50,000 വരെ നമുക്ക് ക്യാഷ് എടുക്കാം. പക്ഷേ ഇപ്പോൾ 50,000 എന്തുകൊണ്ട് എടുത്തുകൂടാ? അപ്പോൾ ഞാൻ കാശ്മീരിൽ പോയി, എൻ്റെ അക്കൗണ്ട് എറണാകുളത്താണ്. അപ്പം കാശ്മീരിൽ പോയാലും എൻ്റെ ഫോട്ടോ കാണാം, എൻ്റെ സിഗ്നേച്ചർ കാണാം, എവറിതിങ് അല്ലേ. KYC എല്ലാവർക്കും നോക്കാം, എല്ലാം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് പേ ചെയ്തുകൂടാ എന്നുള്ളതിനിപ്പോഴും ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ദെയർ ഇസ് എ റെസ്ട്രിക്ഷൻ സ്റ്റിൽ നൗ ആസ് പെർ മൈ നോളേജ്, ഓൺലി അപ് ടു 50,000. പക്ഷേ നമുക്ക് പെർ ഡേ 90,000 വിഡ്രോ ചെയ്യാം. 50,000 ചെക്ക് മുഖേനയും 40,000 ATM കാർഡ് ഉപയോഗിച്ചും വിഡ്രോ ചെയ്യാമല്ലോ. അപ്പോൾ പെർ ഡേ നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണെങ്കിലും 90,000 വിഡ്രോ ചെയ്യാം.
ഇനിയിപ്പോൾ ഒരു മാസത്തേക്കൊക്കെയാണ് നമ്മൾ ബോംബെക്ക് അല്ലെങ്കിൽ കാശ്മീരിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. നമുക്ക് ഈ അക്കൗണ്ട് കാശ്മീരിൽ ബ്രാഞ്ചിലേക്ക് മാറ്റാം. അപ്പോൾ പാരൻറ്റ് ബ്രാഞ്ച് അവിടെ തിരിച്ചു വരുമ്പോൾ അവിടെ ലെറ്റർ എഴുതി കൊടുത്താൽ അപ്പോൾ തന്നെ പിറ്റേ ദിവസം അത് വീണ്ടും നമ്മുടെ എറണാകുളത്ത് ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ഏത് ബ്രാഞ്ചാണ് ഓപ്റ്റ് ചെയ്യുന്ന അങ്ങോട്ട് മാറ്റാം. അത് ബാങ്കിൻ്റെ അറിവുകൾ. അപ്പോൾ അതുപോലെ തന്നെ RTO ഓഫീസിലും അത് ചെയ്യാൻ മേലേ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിൽക്കോ ഇരിക്കുകയോ ചെയ്യട്ടെ അല്ലേ. അപ്പോൾ അടുത്ത ഒരു ഇത് പറയാൻ വന്നത് ഇന്ന് പൾസറിനെ കുറിച്ച് പറയാൻ വന്നത്, ബൈക്ക്. അപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ 1-2 ആഴ്ചയായിട്ട് വണ്ടിയൊന്നും എടുക്കാറില്ല. ഇവിടെയാണെങ്കിൽ ഈ പറഞ്ഞാൽ ഈ ഫുള്ള് ലോക്ക്ഡൗണാണ് എറണാകുളം. അപ്പോൾ ഇന്നലെ എനിക്ക് എന്നിട്ട് മാറ്റി ചെയ്ത്. അപ്പോൾ ഒരു വണ്ടി എടുക്കാറില്ല, ഞാൻ പുറത്ത് പോകാറുമില്ല. അപ്പം ഇന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ ലിവറുമൊക്കെ വേട്ടാളൻ കൂട്ടിയിരിക്കുന്നത്. വേട്ടാളെന്നോ വേട്ടാവളിയെന്നോ അങ്ങനെയൊക്കെ ജനങ്ങൾ പറയും. നമ്മളിവിടെ വേട്ടാളൻ എന്നാണ് പറയാറ്. ആ മണ്ണിൻ്റെ ഒരു സാധനം വെച്ച് ഞാൻ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് കഴുകാമെന്ന് വെച്ചു. അപ്പോൾ തന്നെത്താൻ കഴുകി. അതാണ് ഇപ്പോൾ വൈകുന്നേരമാകാൻ കാരണം. അപ്പോൾ ഇനി എന്തൊക്കെയുണ്ട്, ഇനി സർവീസിന് കുറച്ച് ഇതൊക്കെ നോക്കണം. ടയർ പ്രഷർ ഇപ്പോൾ നോക്കാൻ പറ്റുകയില്ല, എന്നാലും എൻ്റെ അടുത്ത് സംവിധാനമുള്ളതുകൊണ്ട് നോക്കാം. അതുപോലെ തന്നെ ഓയിൽ ലെവൽ നോക്കണം. അതുപോലെ കുറച്ച് കാര്യങ്ങൾ, ബ്രേക്ക് അതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓരോ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ ചെയ്യാം. ഞാൻ തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇവിടെ ജനറലായിട്ടൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഇത് പൾസർ എന്ന് പറയുമ്പോൾ ബുള്ളറ്റ് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ വണ്ടികളെ പോലെ ടാങ്കിൽ നമ്മൾ പെട്രോൾ മാത്രമേ ഒഴിക്കുള്ളൂ അല്ലേ. അപ്പോൾ വണ്ടിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ മാതിരി 6 മാസത്തിലൊരിക്കൽ ഒരു 50 ml 2T ഓയിൽ, അത് പെട്രോൾ അടിക്കുമ്പോൾ 50 ml 2T ഓയിലൂടെ ഒഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ ഈ ടാങ്കിൽ പെട്രോൾ മാത്രമല്ലേ ഒഴിക്കാവുള്ളൂ, ഓയിൽ വേറെ എല്ലാം ഒഴിക്കണേ ചേട്ടാന്നൊക്കെ ചോദിക്കും. അങ്ങോട്ട് ഒഴിക്കാൻ പറയാം. വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ടാങ്ക് തുരുമ്പെടുക്കില്ല. അപ്പോൾ ഓയിലൊഴിക്കുന്ന ടാങ്ക് ഓയിലുണ്ടല്ലോ അതിനകത്ത് ഒരു 50 മില്ലി വെച്ച് 6 മാസത്തിലൊരിക്കൽ ഒഴിച്ചാൽ മതി. 100 മില്ലി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 6 മാസത്തിലൊരിക്കൽ അത് ഒഴിക്കുക. അപ്പോൾ ടാങ്ക് തുരുമ്പെടുക്കില്ല. ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞത് 15 വർഷമായ വണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് ഇതുവരെ ഒരു പാച്ച് വർക്ക് ഒന്നും വന്നിട്ടില്ല, ഞാൻ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ട ഇത് നോക്കണം. മഫ്ലറിൽ ഓയിൽ ഒഴിക്കുന്നത് കാണിച്ചു തരാം. ഇനി ടയർ പ്രഷറിൻ്റെ കാര്യമാണ്. ടയർ പ്രഷർ നോക്കണം. ഇവിടെ ഗേജൊക്കെ ഉണ്ട് അല്ലേ, ഗേജൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിലെപ്പോഴും എനിക്കിപ്പോഴും ഒരു സംശയമുള്ള ഒരു കേസ് എന്താ വെച്ചാൽ, നമ്മൾ ഇന്ത്യൻസ് CGS സിസ്റ്റമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. എന്താണ് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്. FPS സിസ്റ്റം ഫുഡ് പൗണ്ട് സെക്കൻഡ്, എല്ലാവർക്കും അറിയാമല്ലോ അത്. പക്ഷേ ഇപ്പോഴും നമ്മൾ പ്രഷർ ഗേജ് പൗണ്ടിലേ പറയുള്ളൂ. നോക്കിയിട്ടുണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ മാക്സിമം 12 കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാൻ 170 പൗണ്ട്. അത്രയും വരെ നമുക്ക് പ്രഷർ അളക്കാതിൽ. പിന്നെ ഈ കമ്പനി പറയുന്ന അതേ ടയർ പ്രഷർ തന്നെ എത്ര പറയുന്നത്. ഇപ്പോൾ ബാക്കിൽ ഇപ്പോൾ ഇതിലാണെങ്കിൽ 30 ആണ് പറയുന്നത് തോന്നുന്നു. അതെ, 30 മൈനസ് 28, ഫ്രണ്ടിൽ 28ഉം ബാക്കിൽ 30 ആണ് എൻ്റെ ഓർമ്മ. അല്ല 32. അപ്പോൾ സോളോ പില്ലിയൻ എന്നും പറയും. അത് തന്നെ അടിക്കണം. അതിന് ഉള്ള ഒരു കാരണം എന്ന് വെച്ചാൽ കിലോമീറ്റർ. നമ്മളെല്ലാവരും കിലോമീറ്റർ നോക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ 30 കൂടുതൽ അടിച്ചാൽ 35 അടിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം വണ്ടി ഈ ഷോക്കപ്പ് വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു സുഖം, നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം റോഡായിട്ടുള്ള ഗ്രിപ്പ് കുറയും. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ പെട്ടെന്ന് തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ മഴയിൽ എന്തായാലും റോഡിലൊരു ഫോം വരുമല്ലോ. അപ്പോൾ അത് തെന്നി വീഴാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് നമ്മൾ കൂടുതൽ അടിച്ചാൽ വളവൊക്കെ തിരിയുമ്പോൾ. പിന്നെ ടയറിന് പ്രഷർ എത്ര അടിച്ചാലും കൂടുതലായും ടയറിന് സന്തോഷമാണ് കേട്ടോ. ടയർ വിൽ സ്മൈൽ. പക്ഷേ നമ്മുടെ ജോയിൻസ്, വണ്ടിയുടെ ജോയിൻസും നമ്മുടെ ജോയിൻസും ചിലപ്പോൾ പോവും. അവിടെയാണ് ഒരു ഉടക്കുള്ളത്. പിന്നെ പറയാൻ വന്നത്, ഈ ടയർ പ്രഷർ ഇപ്പോൾ ഉണ്ടാവില്ല അല്ലേ, കുറച്ച് ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ചൈന പമ്പ് ഉണ്ടെങ്കിൽ, കുറവാണെങ്കിൽ ചൈന പമ്പ് വെച്ച് നമുക്ക് അടിക്കാം. കണ്ടില്ലേ, ഈ പമ്പ് വെച്ച് സുന്ദരമായിട്ട് നമുക്ക് കാറിലോ ബൈക്കിലൊക്കെ അടിക്കാം എന്നുള്ളതും എൻ്റെ ഒരു അനുഭവമാണ്. അത് ഞാനിവിടെ പങ്കിടുകയാണ്. ഞാൻ ഈ CGS FPS കാര്യം പറഞ്ഞില്ലേ, എന്തുകൊണ്ടത്
പൗണ്ടിൽ തന്നെ. അപ്പോൾ എല്ലാ വണ്ടിയിലും പൗണ്ട് എഴുതിയിട്ടുണ്ടാവും, കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മളാരും കിലോഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ നോക്കാറില്ല. എപ്പോഴും പൗണ്ട് തന്നെ, 32 പൗണ്ട് അല്ലേ എന്നൊക്കെ പറയാറ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാനിരിക്കുന്നിടത്ത് 32 പൗണ്ട് അടിക്കുമ്പോൾ ടയറിന് അല്ലെ പ്രഷർ എത്രയായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ പറയും 32 പ്ലസ് 14.7 എന്ന് പറയും. കാരണം വെച്ചാൽ 14.7 എന്ന് പറഞ്ഞാൽ സമുദ്ര ലെവലിലുള്ള അന്തരീക്ഷ മർദ്ദമാണ്. അപ്പോൾ നമ്മൾ ടയറിൻ്റെ പ്രഷർ കണക്കാക്കുമ്പോൾ ആ പ്രഷർ പ്ലസ് ഇത് കൂട്ടിയാലല്ലേ അതിനകത്തെ പ്രഷർ കറക്റ്റ് വരുള്ളൂ അല്ലേ? എൻ്റെ ചോദ്യമാണ് കേട്ടോ. അപ്പോൾ 44 പോയിൻറ്റ് ഇപ്പോൾ 30 പൗണ്ട് അടിച്ചാൽ തന്നെ 14.7 എന്ന് പറയുമ്പോൾ 44.7 പൗണ്ടായി ഒരു ടയറിലെ പ്രഷർ. അത് ടയറിൻ്റെ ഒരു കാര്യം പെട്ടെ, ഇത് ഏതാണ്ട് 60,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇന്നേ വരെ ചെയിനും സ്പ്രോക്കറ്റും മാറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ഏറ്റവും കുറവ് സ്പീഡിൽ എത്ര പോകാൻ പറ്റും അത്രേ പോകാറ്. ഏറ്റവും കുറവ് എത്ര ഒരു വണ്ടി നല്ല കണ്ടീഷനിൽ പോവുക എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ. ഇപ്പോൾ 25-30 ഞാൻ എപ്പോഴും പോകാറുള്ളൂ. ഈ 30 കിലോമീറ്ററിൽ പോയാൽ തന്നെ നമ്മളൊന്ന് ചവിട്ടിന്ന് വിചാരിക്കുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന വിചാരിക്കുക, വണ്ടി ചിലപ്പോൾ പാളും. ഇനി മഴക്കാലത്ത് ഇനി വരുന്ന മഴയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വെള്ളം മാത്രമല്ല ഇപ്പോൾ ഇനി റോട്ടിലുണ്ടാവുക, സോപ്പും കൂടി ഉണ്ടാവും കേട്ടോ. ഈ കൊറോണ ആയിട്ടുള്ള ജനങ്ങൾ മുഴുവൻ കൈയും കാലും കഴുകി മേലും കഴുകുന്നത്, പണ്ട് മേല് മാത്രം കഴുകുള്ളൂ അല്ലെ, തുണികളൊക്കെ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ലോ, ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസർ, ഇടയ്ക്കിടയ്ക്ക് സോപ്പ് അല്ലേ കടകളിൽ. ഇതെല്ലാം ഈ വെള്ളം വരുമ്പോൾ ഒഴുകി റോട്ടിലേക്ക് വരും. അപ്പം ഇനി ഒരു വെള്ളപ്പൊക്കം 2018 പോലെ ഉണ്ടായാൽ എനിക്ക് തോന്നുന്നത് ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ മുകളിൽ മുഴുവൻ സോപ്പ് പൊതിയായിരിക്കുന്നതാണ്. അത്രയും സോപ്പ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ലോകം മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കടലിലൊക്കെ ഇനിയിപ്പോൾ അതേ വരുള്ളൂ. തിരയുടെ കൂടെ ഇപ്പോൾ അത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ രസമായിട്ടുള്ള ഒരു സംഭവം കൂടി നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ. അപ്പോൾ നമുക്കിനി പ്രാക്ടിക്കൽ ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രാക്ടിക്കലില്ലല്ലോ, ഓൺലൈൻ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഓൺലൈനും പ്രാക്ടിക്കലും ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഒരു കാര്യം കൂടി പറയട്ടെ, പൾസർ എന്ന് പറയുന്നത് പൾസർ 150 ആണ് കേട്ടോ. ഇവിടെ ഇതിന് മാത്രം സിംഗിൾ സിലിണ്ടറാണ്, പക്ഷെ 2 പ്ലഗ് ഉണ്ട്. അപ്പുറത്ത് വരണമുണ്ട്, അത് കാണാൻ നിങ്ങൾക്ക്, ഇപ്പുറത്ത് വരണമുണ്ട്. ഇത് എന്നെ 2018 വെള്ളപ്പൊക്കത്തിൽ വളരെയധികം സഹായിച്ചൊരു വണ്ടിയാണ്. പക്ഷേ 2 പ്ലഗ് ഉണ്ട്. ഒരെണ്ണം ഫുള്ളി കവേഡാണ്, വെള്ളം കയറിയല്ല. അപ്പുറത്തെ പ്ലഗ് ഉണ്ടല്ലോ, അത് ക്യാപ്പിന് ഉള്ളിൽ വെള്ളം കയറും. വെള്ളം കയറി അറിയാലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷോർട്ടാവും, മിസ്സിങ് വരും, വണ്ടി ഓഫ് ആവും. അപ്പോൾ 2018 വെള്ളം ഒന്നിറങ്ങിയപ്പോൾ ഇവിടെ ഒന്നും വെള്ളം അങ്ങനെ കയറിയില്ല. എനിക്കൊന്ന് ചെറായ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, എന്നുവെച്ചാൽ പൈസ ഇല്ലാതെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ATM എല്ലാം വെള്ളം കയറി നശിച്ച് കിടക്കുകയാണ്. അപ്പോൾ ചെറായിൽ ATM വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒരു പാർട്ടി BSNL മുഖാന്തരം എന്നെ ബന്ധപ്പെട്ടു. വേറെ യാതൊരു കണക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ലാൻഡ് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം ഓട്ടോ പോട്ടറായിരുന്നു. ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ആദ്യം വെള്ളം കയറി, ടെറസിൻ്റെ മുകളിൽ കൂടി വെള്ളം പോയി എന്നുള്ളതാണ് ചേന്നമലത്തിൻ്റെ അവസ്ഥ. അപ്പം ഈ വണ്ടി കൊണ്ട് ഞങ്ങൾ 2 പേര്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾ 2 പേരും തള്ളി പോവുകയാണ്. അതായത് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ ഞങ്ങൾ വണ്ടി ഓടിച്ചു. അപ്പോൾ ജസ്റ്റ് ചെയിൻ കവറിൻ്റെ അത്രേ വെള്ളമുള്ളൂ. അത് കഴിഞ്ഞ് നല്ല ഒഴുക്കാണ്, മെയിൻ റോഡിലേക്ക് കയറി നല്ല ഒഴുക്കാണ്. ഇങ്ങനെ പോയി ഏതാണ്ട് ഈ ലെവൽ വരെ വെള്ളം വന്നു. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും ഓഫായി, അത് വണ്ടി ഓടിച്ച് എല്ലാവരും എൻ്റെ വണ്ടി അങ്ങോട്ട് പോകും എന്നുള്ള ഭാവേന എല്ലാവരും പോവുകയാണ്. എല്ലാവർക്കും അങ്ങനെയാണല്ലോ. എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പൾസറാണ്, എല്ലായിടത്തും ഈ പറഞ്ഞ ബുള്ളറ്റാണെന്ന് വിചാരിക്കുക. എന്നാൽ എൻ്റെ ബുള്ളറ്റ് മാത്രം എനിക്ക് മാത്രം ഉണ്ടാക്കിയ വണ്ടിയാണ് എന്നൊരു ധാരണ നമുക്കെല്ലാണ്ട് അല്ലേ. എല്ലാ വണ്ടികൾക്കും അതിൻ്റെ പരിമിതികളുണ്ട്, അതാരും മനസ്സിലാക്കില്ല. അപ്പോൾ യുവന്മാരൊക്കെ ചീറ്റിച്ചിങ്ങോട്ട് വരും, കൂടുതലും പിള്ളേരാണ്. ഇങ്ങനെ വന്ന് നാട്ടുകാരെ തലവഴി വെള്ളം തെറിപ്പിച്ച് ഓഫായി അവിടെ കിടക്കും. ഇതായിരുന്നു അന്നത്തെ സ്ഥിതി. അത് ഈ ചെളിവെള്ളമാണ്, ഇങ്ങനെ മേത്ത് വീണ അപ്പം തന്നെ നമുക്ക് തന്നെ ഭയങ്കര ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന വെള്ളമായി. സാധാരണ മലവെള്ളമായിരുന്നില്ല, അത് കെമിക്കലും അതെല്ലാം കൂടി വന്നിട്ടേ. അപ്പം ഞങ്ങൾ 2 പേരുടെ തള്ളി അവസാനം ഇത്രയും വരെ വെള്ളം വന്നു പറഞ്ഞില്ല. വെള്ളം വന്നിട്ട് വണ്ടി ഓഫാക്കിയിട്ട് തള്ളണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ ലെവൽ കൂടിയപ്പോൾ തന്നെ ഞാൻ വണ്ടി ഓഫാക്കി, ഞങ്ങൾ 2 പേരുടെ തള്ളി. കാരണം ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള വണ്ടിയാണത്. അപ്പോൾ 2 പേരണം സത്യം പറഞ്ഞാൽ തള്ളാനും, അതും വെള്ളത്തിൽ നല്ല ഒഴുക്കാണല്ലോ. തള്ളി ഈ പറഞ്ഞാൽ ഒരു കലിങ്ങിൻ്റെ മുകളിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും ലെവൽ വെള്ളം. കലിങ്ങിൻ്റെ മുകളിലെത്തി. പിന്നെ അങ്ങോട്ട് ടൗണാണ്, നോർത്ത് പറവൂർ ടൗൺ. അങ്ങോട്ട് വെള്ളമില്ല എന്നറിഞ്ഞു. അവിടെ വെച്ച് ഞാൻ പാലത്തിൻ്റെ മുകളിൽ വെച്ച് വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. വണ്ടി സ്റ്റാർട്ടായപ്പോൾ തന്നെ അതിനെ ഒന്ന് ചൂടാക്കി, മിസ്സിങ്ങൊന്നും ഉണ്ടായില്ല.
കയറിക്കോളാൻ പറഞ്ഞ് ഒരൊറ്റ വിടലാണ്. വേറൊരു വണ്ടി അങ്ങനെ ചിലപ്പോൾ പോവുകയില്ല. കാരണം ഈ പ്ലഗിൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ പിന്നെ അവൻ ഷോർട്ടായി അവിടെ നിൽക്കും. കുറേ നേരം സ്റ്റാർട്ട് ചെയ്ത് ഓഫാക്കി സ്റ്റാർട്ട് ചെയ്ത് ഓഫായി പിന്നെ ആ വെള്ളം മുഴുവൻ വലിഞ്ഞു പോകണം. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ക്ലോത്ത് കൊണ്ട് ഈ മലവെള്ളത്തിലവിടെ ഡ്രൈ ക്ലോത്ത് കിട്ടുക, നമ്മൾ തന്നെ നനഞ്ഞേക്കുക ഫുള്ള്. അത് ക്ലീൻ ചെയ്താൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെ ഒരു അനുഭവം കൂടി എനിക്ക് ഈ വണ്ടിയിലുണ്ട്. ബെസ്റ്റ് വെഹിക്കിൾ. നീ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ പണ്ടൊക്കെ സ്പാർക്ക് പ്ലഗില്ലേ, അതായത് ഈ വണ്ടികൾ ഉപയോഗിക്കുന്ന സ്പാർക്ക് പ്ലഗ്, അത് മൈക്കുണ്ട്, ബോഷ് ഉണ്ട്, അങ്ങനെ കുറേ കമ്പനികളുണ്ടല്ലോ. അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണിത്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ പ്ലഗ് ഷോർട്ടായി. അപ്പോൾ 3 സിലിണ്ടറോ 4 സിലിണ്ടറോ ഉള്ളപ്പോൾ നമുക്കൊരു ബോട്ട് സ്റ്റാർട്ട് ചെയ്ത പോലെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് വരും. മിസ്സിങ് ഉണ്ടാകും വണ്ടിക്ക് പുള്ളിങ് കുറവായിരിക്കും. ഈ സൗണ്ട് കേട്ടാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഏതോ ഒരു പ്ലഗ് പോയിട്ടുണ്ടെന്നുള്ളതാണ്. ഏതൊരു സിലിണ്ടറിൽ ഫയറിങ് നടക്കുന്നില്ല. അതാണ് അതിൻ്റെ കറക്റ്റായ ഉത്തരം. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് ഏത് പ്ലഗാണെന്ന് അറിയാൻ വേണ്ടി അവിടെ ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് വന്നിട്ട് നമുക്ക് ഇതിൽ ആ പ്ലഗ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തമായിട്ട് നോക്കുകയും ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു പ്ലഗ് പിടിച്ചിട്ട് നമുക്ക് നോക്കാം. അത് ഞാൻ ലൈവ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മാട്രിസിൻ്റെ ആയിട്ടുള്ള പ്ലഗ് ക്യാപ്പ്. ഇതാ, തരി വെള്ളം കയറില്ല. പൾസറുണ്ടെങ്കിൽ നമുക്ക് പ്ലഗ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ക്യാപ്പ് ഊരുക, എന്നിട്ട് ഇതുമ്പോൾ പിടിപ്പിക്കുക. ഇത് പിടിപ്പിക്കാനായിട്ട് ഇത് ഊരേണ്ടി വരും. ഞാൻ ഈ ക്യാപ്പ് മാത്രമേ ഊരിയുള്ളൂ. പ്ലഗ് അതിനകത്ത് ഇരിപ്പുണ്ട്, ഒറിജിനൽ പ്ലഗ്. എന്നിട്ട് ഇത് പിടിപ്പിക്കുക. ഓക്കെ, ഇതെങ്ങനെ വയ്ക്കുക. ഭയങ്കര ഷോക്കാണ് കേട്ടോ. അപ്പോൾ അതുമ്മേ കയറി പിടിച്ച് കൈ കൊണ്ട് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. വരങ്ങേണ്ടില്ല. പ്ലഗ് ഓക്കെ ആണെന്ന് അർത്ഥം. ഇത് ബ്ലൂ ഫ്ലെയിമൊക്കെ വരുന്നുണ്ട്, കണ്ടിന്യൂസ് കറണ്ടുണ്ട്. പീരിയോഡിക് സർവീസ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇതുപോലെ കുറച്ച് ഓയിൽ അതിനകത്ത് ഒഴിക്കുക. അതിന് ശേഷം ഒരു തുണി വെച്ച് അങ്ങനെ അടിക്കുക. വേസ്റ്റ് മതി. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ചെയിൻ്റെ ടെൻഷൻ നോക്കണം. ഉണ്ടോ, ചെയിൻ ഭയങ്കര ലൂസാണ്. അപ്പോൾ ചെയിൻ ടൈറ്റ് ചെയ്യേണ്ടി വരും. ഈ അടി അല്ലെങ്കിൽ വണ്ടി ഓടുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നട്ടാണ്, ഇത് ചെക്ക് നട്ടാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇത് മുറുക്കുമ്പോൾ ഈ ചെയിൻ ടൈറ്റ് ആവുന്ന കാണാം. കണ്ടല്ലേ, ഇവിടെ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഈ നട്ടും അപ്പുറത്ത് തന്നെ വീൽ നട്ടും മറ്റേ സ്പ്രോക്കറ്റ് നട്ടും അഴിച്ചായിരുന്നേ. വീൽ നട്ടും സ്പ്രോക്കറ്റ് നട്ടും അഴിച്ചു. എന്നിട്ട് 10-ൻ്റെ ചെക്ക് നട്ട് പറഞ്ഞ് അഴിച്ചു. ഇതിനെ മുറിക്കിയാൽ മതി. മുറുക്കുമ്പോൾ വീല് പുറയിലേക്ക് വരും. ഉണ്ടോ? അപ്പോൾ ചെയിൻ ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് നമുക്ക് അഴിച്ചു വിടണം. ഓക്കെ, ആ പ്ലേ കറക്റ്റാണ്. അപ്പോൾ അതിൽ വെച്ച് ഇത് മുറുക്കുക. ചെക്ക് നട്ടാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ഈ നട്ട് ഊരിപ്പോലെ അയക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കറക്കി അതിൻ്റെ ടെൻഷൻ നോക്കണം. ചിലടത്തപ്പോൾ എന്തെങ്കിലും സ്പ്രോക്കറ്റിന് കോട്ടം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പിരിവുണ്ടെങ്കിൽ ടെൻഷൻ വ്യത്യാസം ഉണ്ടാവും. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ചെക്കിനിട്ട് മുറുക്കാം. അതിന് 2 10-ൻ്റെ സ്പാൻഡറാണ് വേണ്ടത്. ഒരു സ്പാൻഡ് കൊണ്ട് ഇത് പിടിച്ചു, അടുത്ത സ്പാൻഡ് കൊണ്ട് ചെക്കിനിട്ട് മുറുക്കാം. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പുറത്തും ചെയ്യണം.
അപ്പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചിട്ട് അതിപ്പോൾ ലൂസായി കാണും കേട്ടോ. അവിടെ ലൂസായി കിടക്കണം കണ്ടില്ലേ. അപ്പോൾ അതും ഈ നട്ട് ഇതുപോലെ ഈ ആദ്യത്തെ നട്ട് മുറുക്കി ചെക്ക് നട്ടിട്ട് മുറുക്കിയാൽ മതി. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യണം, വീൽ നട്ടും ടൈറ്റ് ചെയ്യണം. അപ്പോൾ ഇത് 27ൻ്റെ റീസ്പാൻഡറാണ്, വീൽ നട്ട് 22 കേട്ടോ. 27 ഇട്ട് നിർത്താം. നമ്മളിപ്പോൾ ചെയിൻ ഓക്കെ ആക്കി. ഓക്കെ, ഇനിയിപ്പോൾ 22-ലിട്ട് ഇവിടെ മുറുക്കണം. ഇപ്പോൾ തിരിയാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ലോക്ക് സ്ക്രൂ ഡ്രൈവർ ഇട്ട് കൊടുത്താൽ മതി. വീല് പുറകിലേക്ക് വന്ന കാരണം നമ്മൾ ബ്രേക്ക് നോക്കണം. ബ്രേക്ക് കുഴപ്പമില്ല, കൂടുതലില്ല ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒരു പിരി വേണമെങ്കിൽ ലൂസാക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ആസിറ്റീസ് ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം, ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് കൂടി നോക്കാം. ചെയിൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ കറക്കി നോക്കിയിട്ട് ബ്രേക്ക് ചവിട്ടി നോക്കുക, ചവിട്ടുമ്പോൾ ലൈറ്റ് കത്തുന്നോ കൂടി നോക്കണം കേട്ടോ. ടൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് കത്തി, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ചെയിനുമ്പോൾ തൊട്ടിട്ട് വീണ്ടും ആയി തോണ്ടുമ്പോൾ മണ്ണാവാനുള്ള സാധ്യതയുണ്ട്. നല്ല വൃത്തിയുള്ള പ്ലാവിലയിൽ കുറച്ച് ഗ്രീസ് എടുക്കുക, എന്നിട്ട് ഇതുപോലെ കറക്കിക്കൊണ്ട് തേക്കുക. ഗ്രീസിങ് ഈസ് ഓവർ അല്ലേ. നമുക്ക് അടപ്പിനിട്ട് അടയ്ക്കാം അല്ലേ. ഇറ്റ്സ് ഓവർ. ഈ ബാറ്ററി ശ്രദ്ധിച്ചുവോ? ഇതാണ് സീറോ മെയിൻ്റനൻസ്. ഈ ബാറ്ററിയിൽ നാം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഡ്രൈ ടൈപ്പ് സെല്ലാണ്. ഇനി ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ എയർ കുറവായിരിക്കും. അപ്പം അടുത്ത പമ്പിൽ ചെന്നിട്ട് നമ്മൾ ഇപ്പോൾ 32 പൗണ്ട് ഓപ്റ്റ് ചെയ്തു. അത് പ്രസ് ചെയ്താൽ ചിലപ്പോൾ എയർ കയറിയാല. ഇവിടെ ഫ്ലാറ്റ് ടയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ആവശ്യമുള്ള പ്രഷർ അടിക്കാനായിട്ട്. അതുപോലെ തന്നെ എയർ കുറവാണ് എന്ന് മനസ്സിലാക്കിയാൽ ബ്രേക്ക് ചവിട്ടാതെ തന്നെ പമ്പ് വരെ എത്തണം. പക്ഷേ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഈ ടയർ ടമ്മി കിടന്ന് തിരിയാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ ഡിസ്ക് കിടന്ന് തിരിയും. അപ്പോൾ എന്താ വെച്ചാൽ കുറ്റി കണ്ടിച്ചു, നമ്മൾ എയർ അടിക്കുന്ന കുറ്റി അവിടെ വെച്ച് മുറിഞ്ഞ് വീല് പെട്ടെന്ന് പഞ്ചറാവാനുള്ള സാധ്യത ഏറെയാണ്.